ഏതായാലും ഒന്ന് കൂശാലായി. പോട്ടടാ. ആശാനോടൊന്ന് പറയണേ. എന്താടാ ക്യാമറ കാണണോ? ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഒരാശയല്ലേ ആശാനെ? അതെന്താന്നൊന്ന് അറിയാൻ. ആശാനെ ഇതിന്റെ അകത്ത് മുഴുവൻ ഇരുട്ടാണല്ലോ. അതെ, ഇന്റർവ്യൂലായി കാണും. അതാ ഇവിടെ ആളില്ലാത്തത്. മുഴുവൻ ലൈറ്റിന്റെ കളിയാണല്ലോ. പെർ ഹെഡ് 40 rupees. ഒരാൾക്ക് 40 രൂപ. ഓൾ റൈറ്റ്. 4 പേർക്ക് 160 രൂപ. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഞങ്ങൾക്കും അറിയാടോ. പൈസ ആദ്യം കൊടുക്കണം. എന്തിനാ ഞങ്ങൾ തരാതെ ഓടിപ്പോവോ? ഇല്ല സാർ, അതാണ് ഇവിടുത്തെ രീതി. എന്നാ ഇപ്പൊ കാണണ്ട പുല്ല് വാടാ. ഏതായാലും കൊടുത്തേ പറ്റൂ. ഇപ്പഴേ കൊടുത്തേ ആശാനെ. വന്നതല്ലേ ആശാനെ? അതെ. എത്ര? 160 രൂപ അല്ലേ ആശാൻ തരും? മേടിച്ചോ. ആശാൻ കൊടുക്കുന്നത് കൊടുക്കുന്നത് നല്ല ആശാനല്ലേ? ആശാനല്ലേ? ചക്ര ആശാൻ. അയ്യോ. മനജേ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചേട്ടൻ ഇനി പാന്റ് ഇട്ടാ മതി. നീ എന്നെ കളിയാക്കണോ? അല്ല, നന്നായിരിക്കുന്നു. പിന്നെ കുറച്ച് ടൈറ്റ് കൂടി പോയോന്ന് സംശയം. ബാഗി എപ്പോഴത്തെ ഫാഷൻ. ബാഗി? അതെന്താണ് ബാഗി? നിനക്കേ ഒരു സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ പെണ്ണ് കാണലുണ്ടെങ്കിൽ ഏതായാലും നല്ലതൊരെണ്ണം വാങ്ങണം. അപ്പോഴവിടെ നിന്ന് വിചാരിച്ചു. നല്ല സാരി എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നല്ല കാര്യത്തിനെല്ലാം നല്ലതാവണ്ടേ? ആ, ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ്. കാല് ശരിക്കും നിലത്തുറച്ചിരുന്നില്ല. 100ന്റെ 200ന്റെ ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടന്. നിനക്കിത് എന്ത് തോന്നി വരതാ? അല്ല, ഇനി പാന്റ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട.
മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരുമോ? എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടും ഒക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് പാടാ അസത്തെ. ആ സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി. മാങ്ങയുടെ പൈസ വേണ്ടേ? 2 ദിവസം കഴിയുമ്പോൾ ആള് വരും മാങ്ങ പറിക്കാൻ. അല്ലേ? വാടാ. പോടാ അവിടുന്ന്. ഞാനും പള്ളിക്കൊണ്ട് പോടാം. ഇതാ ഞാൻ പറയുന്നത്. വലിയ കടയാവുമ്പോ പഹയന്മാര് നമ്മളെ പറ്റില്ല. കടയാവുമ്പോ നമുക്ക് വിലയും ദേശം ഇങ്ങനെ നടുവേ വെച്ച് കീറുകയും ചെയ്യാം. വള്ളം കടു എന്റെ മുടിക്ക് വന്നേ. എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് 175 രൂപ മുടക്കുക, എന്നിട്ട് ഡ്രസ് എടുക്കുക, അത് കീറുക, അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുക. എടാ കൊച്ചേഴുവടവനെ, പെൺവേഷം കെട്ടിയ ഒരുത്തനെ തൊടാൻ വേണ്ടി നീ എല്ലാം കൂടെ എന്റെ 160 രൂപ വലിപ്പിച്ചു. അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. എനിക്കൊരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെ കൂടെ ഞെളിയണതിനാടാ. വേലിപ്പത്തിലെ സാരി ചുറ്റിയതായാലും മതി നിനക്ക്. അതുകൊണ്ടാണല്ലോ എരുമയെക്കാളും ഘട്ടമായ ഒരെണ്ണത്തിന് വീട്ടിൽ വളർത്തുന്നത്. എരുമയാണെ പാലയിലും കിട്ടും. ഇത് അതുമില്ല. അനലക്ഷം വേണ്ട, സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിച്ചു. ഇനി മിണ്ടില്ല. എടാ എനിക്ക് അവളെ ഇഷ്ടമാ. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. അവൾ എന്ത് പറഞ്ഞാലും ശരി, അവളെ എനിക്ക് മറക്കാൻ ഒക്കില്ല. കാരണം ഒരു 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്. കഥ 4 പേരറിഞ്ഞു പോയാൽ പാടാണ്. മുടിയീറനോടെ തുമ്പു കെട്ടി പൂവെച്ച് അവൾ തേടിയെത്തും നാളു നോക്കിയിരിപ്പാണ്. ഒരു 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്. കഥ 4 പേരറിഞ്ഞു പോയാൽ പാടാണ്. മുടിയീറനോടെ തുമ്പു കെട്ടി പൂവെച്ച് അവൾ തേടിയെത്തും നാളു നോക്കിയിരിപ്പാണ്. പുഞ്ചിരിപ്പൂം ചുണ്ടിലെ മുല്ലമലർ ചെണ്ടുമായി ഇന്നലെ എൻ സ്വപ്നത്തിൽ വന്നവള്. പുഞ്ചിരിപ്പൂം ചുണ്ടിലെ മുല്ലമലർ ചെണ്ടുമായി ഇന്നലെ എൻ സ്വപ്നത്തിൽ വന്നവള്. ഒരു കാര്യം ചൊല്ലാം പൊന്നെ ചങ്ങാതി, കളിയായതെങ്ങും ആരോടും നീ ചൊല്ലാതെ. മുടിയീറനോടെ തുമ്പു കെട്ടി പൂവയ്ക്കും അവൾ 4 മണിപ്പൂവ് പോലൊരു പെണ്ണാണ്. അവൾ 4 മണിപ്പൂവ് പോലൊരു പെണ്ണാണ്. താമരപ്പൂം കണ്ണിലെ താരകളാം കന്യകൾ താലമേന്തി എന്നെ നോക്കി പുഞ്ചിരിച്ചല്ലോ. താമരപ്പൂം കണ്ണിലെ താരകളാം കന്യകൾ താലമേന്തി എന്നെ നോക്കി പുഞ്ചിരിച്ചല്ലോ. ഒരു കാര്യം ചൊല്ലാം പൊന്നെ ചങ്ങാതി,
കളിയായിതെങ്ങും പാരോടും നീ ചൊല്ലാതെ തിരിയേഴുമിട്ട വിളക്കിന്റെ ചേലോടെ കരളിൻ വാതിലിൽ വന്നെന്നെ നോക്കി നിൽപ്പാണ്. ഒരു 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്. കഥ 4 പേരറിഞ്ഞു പോയാൽ പാടാണ്. മുടിയീറനോടെ തുമ്പു കെട്ടിപ്പൂവെച്ച് അവൾ തേടിയെത്തും നാള് നോക്കിയിരിപ്പാണ്. അവൾ തേടിയെത്തും നാള് നോക്കിയിരിപ്പാണ്. ലാ 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 ലാ.